ഹായ് ഹലോ നന്ദൂസ് ബേക്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു കേക്ക് ബ്ലോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ക്രിസ്മസിന് തലേക്കും ദിവസത്തെ, അതായത് 23-ാം തീയതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഇത് കേക്ക് സ്പഞ്ചെല്ലാം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഓർഡർ ഒരു 4 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ ഒരു മിൽക്കി നട്ട്സ് 1 കിലോ, ഒരു നട്ടി ബൗൾ, ഇത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനിടെ ഞാൻ ഫ്രീ കൊടുക്കുക 1000-ന് മുകളിലുള്ള ഓർഡറിന് ഫ്രീ കൊടുക്കാനുള്ള ബ്രൗണിയൊക്കെയാണ് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാനില സ്പഞ്ചെല്ലാം അടിച്ച് അത് തന്നെ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ വാനില സ്പഞ്ചെല്ലാം റെഡിയായി വന്നു, അത് മാറ്റി വെച്ചു. നെക്സ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ചും ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നു. പിന്നെ മുട്ടയൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. മുട്ട ഷോർട്ടേജ് വന്നപ്പോൾ അത് പിന്നെ ഓടിപ്പോയി അടുത്ത് ഷോപ്പുണ്ട്, അപ്പോൾ ഓടിപ്പോയി വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ രാവിലെ 23-ാം തീയതി രാവിലെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാത്രങ്ങളിങ്ങനെ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം അപ്പോഴപ്പോഴും തന്നെ കഴുകി മാറ്റി വയ്ക്കുന്നു. അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടു ജോലികളെല്ലാം ആദ്യമേ ഒന്ന് എന്തൊക്കെ കുറച്ച് ഫുഡ് മാത്രം വെച്ചിട്ട് അതൊന്ന് ആ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് കേക്കിൻ്റെത് റെഡിയാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രൗണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തന്നെ ആദ്യം ഞാൻ ട്രയലടിച്ച് നോക്കി. പിന്നെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നല്ല അഭിപ്രായം കിട്ടി. അവർ തന്നെ എനിക്ക് ഓർഡർ തന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ടൈമിൽ തന്നെ ഒരു 3-4-5 ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ അതിങ്ങനെ ആ ഒരു ലോഞ്ചിങ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈ ഒരു ബ്രൗണി ഫ്രീ കൊടുക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റർ ഇട്ടത്. അത്യാവശ്യം ബ്രൗണിയുടെ തന്നെ നല്ല സെയിൽ ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളതിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ബ്രൗണി ഉണ്ട്, അതുപോലെ ബ്രൗണി നട്ട്സിൻ്റെ ബ്രൗണി ഉണ്ട്, ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ടുള്ള ബ്രൗണി ഉണ്ട്, ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബ്രൗണി ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ബ്രൗണിയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഡ്രീം കേക്ക് ഉണ്ട്. ഡ്രീം കേക്ക് നല്ല അടിപൊളി റിവ്യൂ ആണ് ഡ്രീം കേക്കിനും അതുപോലെ ബ്രൗണിക്കും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബട്ടർ കാഷ്യൂ കുക്കീസാണ്. നല്ല പ്യുവർ ബട്ടർ വെച്ചിട്ട് കാഷ്യൂസൊക്കെ ചേർത്തിട്ടുണ്ടാകുന്ന കുക്കീസ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക്, പ്ലം കേക്ക്, അങ്ങനെ ബട്ടർ കേക്ക്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബേക്കിങ്ങും ബീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ചോക്ലേറ്റ് ഗനാഷ് അല്ല കേട്ടോ, ചോക്ലേറ്റ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ കൊടുക്കാനുള്ള ബ്രൗണിയാണ് റെഡിയാക്കിയത്. അത് റെഡിയാക്കി തീർന്നപ്പോഴാണ് നെക്സ്റ്റ് ബ്രൗണിയുടെ ഓർഡർ വന്നത്. അപ്പോൾ അന്നും ബ്രൗണിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ അന്നത്തേക്ക്. അപ്പോൾ എല്ലാ ഹോം ബേക്കേഴ്സും ഇതേപോലെ തിരക്കിലായിരിക്കും ക്രിസ്മസിൻ്റെ അന്ന്. ഇങ്ങനെ ആകെ കൂടി ക്രിസ്മസിൻ്റെ അന്ന് ആയിരിക്കണം നല്ല ഓർഡർ, കുറച്ചധികം ഓർഡറുകൾ. എനിക്കങ്ങനെയാണ് കേട്ടോ, കുറച്ചധികം ഓർഡറുകൾ കിട്ടിയിട്ടുള്ള ക്രിസ്മസിൻ്റെ അന്നാണ്. ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ച് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുന്നേയും നന്നായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു വർഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഓർഡർ ഒന്ന് ഡൗൺ ആയത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. എൻ്റെയൊക്കെ പോയ കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കൊടുത്തത് ആദ്യം കാണിച്ച വൈറ്റ് ഫോറസ്റ്റാണ്. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ നമ്മുടെ പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. ഒരു ക്രിസ്മസ് അപ്പൂനെ, ഡ്രംസും, കുറച്ച് ചെറീസും, പിന്നെ ഒരു ട്യൂഷൻ സെൻറ്ററിലെ ഇതായിരുന്നു. അപ്പോൾ അതിൽ പേരും എല്ലാം ഫോണ്ടനിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്കി നട്ട്സ്, പിന്നെ നമ്മൾ ഫ്രീ കൊടുക്കാനുള്ള ബ്രൗണീസാണ് ചെറിയ ബോക്സിൽ. പിന്നെ ഓർഡർ വന്നിട്ടുള്ള 2 ബ്രൗണീസാണ് വലിയ ബോക്സിലിരിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അതിന് ഇതുപോലെ ചോക്ലേറ്റ്സും ഒരു സ്നോമാനെയും മേരി ക്രിസ്മസിൻ്റെ സ്റ്റിക്കും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല റിവ്യൂസ് കിട്ടിയ കേക്കാണ്. പിന്നെ ഡ്രീം കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1/2 കിലോയുടെ, 1/4 കിലോയുടെ, അതുപോലെ 1 കിലോയുടെ ഡ്രീം കേക്ക്, ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഒരു 12 മണിക്കായപ്പോഴത്തേക്കും ഇത് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന് ശേഷം അടുത്ത രാത്രി 24-ാം തീയതി രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടപടയെ അതും ചെയ്തു.
പിന്നെ 25-ാം തീയതിയിലേക്കുള്ള ഓർഡേഴ്സ് ആയിരുന്നു ഇത്രയും. അപ്പോൾ അന്ന് മോർണിംഗ് എടുത്ത ഒരു വീഡിയോ ആണേ. അപ്പോൾ അത് എല്ലാവരും വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു. 2 അര കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ അല്ലാതെ 1 കിലോയുടെ 2 വൈറ്റ് ഫോറസ്റ്റ്. അത് 1 കിലോയുടെ 2 വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത്, നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്ത 2 കേക്കുകളാണ്. ബാക്കി 2 ഓർഡർ വന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ക്രിസ്മസിന് കിട്ടിയ ഓർഡേഴ്സ് എന്ന് പറയാൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.